നിന്റെ മറ്റേ ജിങ്കിളില്ലേ കൊച്ചിന് ഡ്രസ് ഇടിപ്പിക്കാം. അല്ല ഡ്രസ് ഇടിപ്പിക്കാം. പിടിച്ചോ ബാബാ കിച്ചു കഴിഞ്ഞോ മേക്കപ്പ് കഴിഞ്ഞോ? കുറച്ചും കൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിലെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. നമുക്ക് എല്ലാവർക്കും ഈ ഒത്തിരി കഴിച്ച് ആദ്യം രണ്ട് തിരികെത്തിക്കും. ഓക്കെ, മാസ്ക് ഒന്ന് മാറ്റി അപ്പൊ കുറച്ചൊരു കയറി സൈഡിൽ കിട്ടാ. കൊച്ചിനെ അവര് ശേഷം കത്തിച്ച് കഴിഞ്ഞല്ലോ. കുറച്ച് അങ്ങോട്ട് കയറുന്നു. ചേട്ടാ കുറച്ച് കയറുന്നത്, ചേട്ടാ കുറച്ച് കയറുന്നത്. ഓക്കെ ചേട്ടാ കുറച്ച് കയറുന്നത് ഫ്രണ്ടിലേക്ക് അല്ല കുറച്ച് തലെടുക്കണം. സൂമിങ് ചെയ്യണ്ട. അതോട്ട് ഒരുമിച്ച് ഇരുവല്ലേ. നിന്റെ സുത്യർഹമായ ത്രിത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം സ്വർഗത്തിലും ഭൂമിയിലും അനവധമായ ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും പ്രകീർത്തിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന് ആശീർവാദ പ്രാർത്ഥനയെ പങ്കുകൊള്ളാം. സമാധാനം നമ്മോടുകൂടെ. തന്റെ ഏകജാതന്റെ മാമോദിസിയാൽ യോർദാൻ നദിയിലെ ജലത്തെയും അതുവഴി ലോകം മുഴുവനിലുള്ള ജലത്തെയും വിശുദ്ധീകരിച്ച് ശക്തനും പരിശുദ്ധനും മഹത്വകൃത്യനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഗലീലിയ തടാകത്തിലെ ഇളകിമറിഞ്ഞ തിരമാലകളുടെ മുകളിൽ കൂടി നടന്നവനും കൈനീട്ടിയവയെ ശാന്തമായി വനുമാക്കിയ മിശിഹാ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ഈ വെള്ളത്തെ വേർതിരിക്കുകയും ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും
ഈ വെള്ളത്തെ വേർതിരിക്കുകയും ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഈ വിശുദ്ധ ജലം സൂക്ഷിക്കപ്പെടുകയോ തളിക്കപ്പെടുകയോ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികളിലും എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെടുകയും വിശുദ്ധ ദുഷ്ടാരൂപികളിലും നശീകരണ പ്രവണതയുള്ള ജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധി ആഗ്രഹിക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസികളും ഇതുവഴി നിന്റെ രക്ഷാകര ദാനങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര. പരമപരിശുദ്ധനും അപരിമേയവും വിശുദ്ധവും വിശുദ്ധ ശ്രീവായിട്ട് പറയുന്ന വിശ്വാസികളുടെ ഭവനങ്ങളെ ആശീർവദിക്കുന്നതുമായ കർത്താവേ, ബ്രാതിന്റെയോ യാവോബിന്റെയും ഭവനങ്ങളിൽ എന്ന പോലെ ഈ ഭവനത്തിൽ നിന്റെ സമൃദ്ധമായ ദാനങ്ങൾ നീ ഭക്ഷിക്കണമേ. ഇവരെല്ലാവരും ഒന്നുചേർന്ന് നിന്റെ പരിശുദ്ധ തിരുത്വത്തിന് എപ്പോഴും സ്തുതിയും സ്വതം അർപ്പിക്കുകയായിട്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. വിശ്വാസികളുടെ നീതിമാന്മാരെ പൂർവിക പിതാക്കന്മാരെ അവർ ഭവനങ്ങളും ആശീർവദിക്കപ്പെട്ട പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ ഈ ഭവനം ആശീർവദിക്കപ്പെടട്ടെ. ഇന്നും എന്നേക്കും ഇത് ആശീർവദിക്കപ്പെടുകയായിരിക്കും ചെയ്യട്ടെ. എൻ്റെ കർത്താവേ, ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്നവരെയും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. എബ്രാത്തിന്റെ ഭവനം പോലെ ഇതും എല്ലാ നന്മകളാലും സമ്പന്നമാക്കട്ടെ. നീതിമാനായ യോബിന്റെ ഭവനത്തെ എന്ന പോലെ ഇതിലെ സ്വത്തുക്കളും വർദ്ധിച്ചു പെരുകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ ഈ ഭവനം എന്നേക്കും നിലനിൽക്കട്ടെ. എൻ്റെ കർത്താവേ, ഇതിൽ വസിക്കുന്നവരെയും ഇവരുടെ അധ്വാനത്തെയും യോഗ്യതകളെയും സമ്പാദ്യങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ പുരയിടങ്ങളും നിലകളും അവയിലുള്ളവരെയും അവയുടെ ഫലങ്ങളും എന്നും ആശീർവദിക്കപ്പെടുകയും ചെയ്യട്ടെ. പിതാസകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കുറച്ച് കേട്ടിട്ടുണ്ട്. സൂം ചെയ്യണമെന്നില്ല. അല്ല, പാലാ ചുമ സൂം ചെയ്യാം. അത് ഓണാക്കിട്ടുണ്ടോ? അവിടെ സ്വിച്ച് ഓണാ. ഓക്കെ. തിരുവനായിട്ട് നിങ്ങൾ കൂടെ
അതല്ല ഓഫ് ചെയ്തിട്ടാണ് കൊണ്ടുപോകാൻ ചെയ്യണ്ടേ? ക്ലാസ്സാ ഇവിടെ ഉണ്ട് ഈ ഗ്ലാസ് ഒക്കെ കൊണ്ടുപോണേ ഈ ഗ്ലാസ് ഞാൻ അപ്ലൈ ചെയ്യാം മോളിൽ വെച്ചിട്ട് ഇവിടെ കൊണ്ട് വെക്കണം വെക്കാം എവിടെ പതുക്കെ പോ പതുക്കെ കോഴികളൊക്കെ പുറത്തു ഹലോ 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 ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് ഇനിയിപ്പോ ഒന്നും കത്തിക്കുന്ന കത്തിക്കണ്ട നീ കത്തിക്കണ്ട എന്തോ ചോദിച്ചാൽ നിന്റെ കയ്യിൽ തൂത്തറ മേലെ മേലെ വലിയ റൂമിലേക്ക് നീ എടുത്തോ ഞാൻ കൊടുത്തിട്ടുണ്ടോ കൊച്ചിനെ കയറി വീട് പാടാ വ്ളോഗ് ഉണ്ടോ ഇങ്ങനെ വിളിച്ചോടാ അനക്കല്ലേ ഹായ് ഹായ്
ഹായ്. വിളിച്ചോ വിളിച്ചോ. കുഞ്ഞു കുഞ്ഞി ഇങ്ങനെ ചിരിച്ചെടുത്തേക്ക് എടുക്കും ആള്. ചെരിഞ്ഞെടുത്തോളൂ. കുഞ്ഞിവിടെ അങ്ങോട്ട് ചെരിഞ്ഞ് നോക്കട്ടെ. ചേച്ചി വിളിച്ചോട്ടെ അവിടെ നിന്ന് ഇവിടെ സൈഡിൽ നിന്ന് വിളിച്ചോ. അവരെ കൈ കൈ ഹായ് ഹായ് ഹായ്. ആ, ചെരിഞ്ഞ്. നീ നല്ല സമയത്ത് എപ്പോഴും ചെരിഞ്ഞ കിടക്കുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ചേച്ചി ഒന്ന് വിളിച്ചാൽ മതി. അവിടെ നിന്ന് വിളിച്ചോ. കുഞ്ഞു കുഞ്ഞേ കുഞ്ഞി ലൈറ്റ് ഷെയ്ഡ് വരില്ല. കുഞ്ഞു കുഞ്ഞിന് ടെടി എന്തിയെ ടെടി ടെടി എന്തിയെ കാണണ്ടേ ആളെ എന്താന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ലല്ലോ. ക്യാമറ ഉണ്ടപ്പോ നമുക്ക് ഡ്രസ് ചെയ്യും. ഹായ് ഹായ് ഹായ്. എവിടെ 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 അതെടുക്കുമ്പോ കലാപമുള്ള എടുത്തു കുഴപ്പമില്ല. പോട്ടെ 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 പോട്ടെ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നെ പറ്റിയേ അച്ഛനെ ആരെടുത്തേ? ഡ്രസ് ചെയ്യിച്ചോ നീ? അത് ചെയ്യിക്കട്ടെ. എടുത്തോളാം. അവന്റെ മൂഡ് നോക്കിട്ട് എടുക്കണല്ലേ, പിന്നെ കരച്ചില്ലാവും. ലൈറ്റ് വേണമെന്നാ ടെടി എന്തി ടെടി ടെടി ടെടിയേ ടെടിയേ. ചേച്ചി ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ ഈ എഡ്ജിലേക്ക് നീക്കി കൊടുത്തു. ആ ഇത് ഒഴിവാക്കാൻ ഭാഗം അങ്ങനെ ചിരിച്ചെടുത്ത് ചെയ്താൽ മതി. പവർ കൂട്ടിയാണ്. ചേട്ടൻ അവിടെ ഇരിക്കൂ. ചേട്ടൻ സൈഡായിട്ടിരുന്നാ മതിയോ? കാര്യം തോന്നാം. ശരി മൊത്തത്തിൽ കളിച്ച് കൊടുക്കില്ല. നിങ്ങളൊക്കെ ചിരിച്ചൊക്കെ ചെയ്യണ്ട. ഇല്ല 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 ഇല്ല. ഹായ് ഡാഡാനോ. ഈ ബട്ടൺ ഞാൻ ശരിക്കേ ഇങ്ങനെ ഇവിടെ ചേച്ചു അങ്ങനെ കൈ ഞാനിവിടെ ബട്ടൺ വലിച്ചിട്ട് പോകും. വീഴുന്നില്ലോ. പ്രസ് ചെയ്തിട്ട് ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പിൽ. അതായത് നോവ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യാൻ ഏറ്റവും ടോപ്പിൽ ഇടുക. ശരി ശരി. ഇതെങ്ങനെ ഇട്ടാണ് പുള്ളിക്ക് നിൽക്ക് കട്ടി കട്ടി ടൈറ്റാണ് തോന്നുന്നു. ഇത് വെറുതെ വിട്ടേക്കട്ടെ. വെറുതെ വിട്ടേക്ക് നോക്ക്. ടൈറ്റ് ആണെങ്കിൽ ഇത് ഇവിടെ വരുന്ന വലിഞ്ഞിട്ടുണ്ട്. ടൈറ്റ് ആവുകയാണെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. ശുഞ്ഞരനായില്ലോ. ഇനി പൊക്ക കാല് വെക്കിത്താ. കുറച്ച് പുറകിൽ നിന്ന് എടുത്തു. അപ്പോൾ ഞങ്ങളെ കിട്ടട്ടെ. ഞങ്ങളെ കിട്ടുന്ന ഇതിലേ ഇവിടുന്ന് വെച്ചോ. അല്ല അവിടെ നിന്ന് ചേട്ടാ അവിടെ നിന്ന് അങ്ങോട്ട്
ശരി. അത് കുറേ കൈകാണിച്ചാ കുഞ്ഞിന് കൈകാണിച്ചേ ഇത് എന്താണ് ഇത് ഈശോയെ ഇതാരാലോ ഇതാരിത് സൂപ്പർ നിന്നാ മതിയോ അല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെ ഒരിക്കൽ പോയാൽ അതിട്ടിട്ടേ നമുക്ക് കുറച്ച് ഫോട്ടോ ഉണ്ടെങ്കിൽ എടുത്തിട്ട് കൊണ്ടുപോകാം കറച്ചിലായി പിന്നെ പറ്റില്ല. ചുമ്മാ കാലും ഒന്നിങ്ങനെ പിടിച്ചാൽ മതി, ഇടുന്ന പോലെ പിടിച്ചാൽ മതി. ആ അങ്ങനെ പിടിച്ചാൽ മതി, ഹോൾഡ് ചെയ്യണ്ട. ഓക്കെ ഓക്കെ വിട്ടു വിട്ടു. ഇത് വെച്ചിട്ടേ നിങ്ങൾ രണ്ടൊരു ഉണ്ണീനെ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കുക. ഒന്ന് എടുത്തോളൂ. നിങ്ങളങ്ങനെ നിന്നോട്ടെ, ഞാൻ ഫോട്ടോ എടുത്തോളാം. ഇങ്ങനെ കുറച്ചുകൂടി ചേച്ചിക്ക് കൂടെ തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് എടുക്കാൻ പറ്റുമോ? ഏത് സൈഡ് കംഫർട്ട് വെച്ചാൽ അങ്ങനെ എടുക്കും. ഓക്കെ, അത് ചേട്ടൻ ഈ സൈഡിൽ ഇരിക്കുമോ? ഇവിടെ 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 അത് ചെടി 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 എന്തിയേ കുഞ്ഞിന്റെ ഇവിടെ 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 അവൻ അവിടുത്തെ കുറച്ചും കൂടി കുറച്ചുകൂടി ചേച്ചി ആ ഡു 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 ഡു. ഇനി വെച്ചാൽ ല്ലേ? അത് കഴിഞ്ഞ് വരാം. എന്നിട്ട് ആ സൈഡിൽ കൂടെ പിന്നോക്കണ്ട പറയാൻ പാടില്ല. ഡയറക്റ്റ് അടിക്കണ്ട ഇതിപ്പം അങ്ങനെ പിടിച്ചോ. ഇവിടെ നീ എന്നത് നേരെ പിടിച്ച് നേരെ പിടിച്ച് ഇവിടെ 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 ഇവിടെ. ഹായ് 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 ഹായ്. ചേട്ടൻ നടത്തിക്കുന്നത് ഇവിടെ ഇവിടെ നോക്കി ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കൂ. ചേട്ടൻ എടുത്ത് നോക്കിയേ, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്ത് ഇങ്ങനെ ആ അങ്ങനെ എടുക്കും. ഫ്രണ്ടിലേക്ക് ആയിട്ട് പിടിക്കും. തലയുടെ ഭാഗത്തൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ചേച്ചി കൈ തലയുടെ ഭാഗത്തേക്ക് സപ്പോർട്ട് ചെയ്ത് പിടിച്ചാൽ മതി. കുറച്ച് ഫേസ് ഒന്ന് ഹൈറ്റ് ചെയ്ത് പിടിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ
അതനുസരിച്ച് മസിൽ പഠിക്കുക. വായിലിട്ട് ഇപ്പൊ ഛർദ്ദിക്കാൻ ഇവിടെ ഹായ് ഹായ് വന്നില്ല. ചേച്ചിനൊന്നും വിളിക്കും. എന്തിനാ കരയണ്? കണ്ണടഞ്ഞു പോവുക. ഉറങ്ങിക്കും, അതായിരിക്കും നല്ലത്. അയ്യോ കണ്ണീര് വന്നു. ചൂടെടുത്തിട്ട് ഡ്രസ് ഇട്ടിട്ട് ചൂടെടുത്തിട്ട് കുറച്ച് നേരം ഉണ്ണിനൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അങ്ങനെ നോക്കിയാൽ മതി. ചൂടെടുത്തിട്ട് കരയാ. നിങ്ങൾ രണ്ടുപേരും ഉണ്ണിനൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നോക്കിയിരുന്നോ? കുറച്ചുകൂടി ചേർന്ന് ചേച്ചി രണ്ടു ചേർന്ന് ആയോ? ഓക്കെ, കുറച്ച് ഡൗൺ ഉണ്ണിനെ നോക്കിയെന്നാ മതി. അങ്ങനെ ഒന്നോ ചിരിക്കടാ ചിരി പോയല്ല. ഫോണിങ്ങനാണ്. ചിരിക്കടാ ഉണ്ണി നോക്കിക്കോട്ടെ. അടുത്തോളട്ടാ. നിങ്ങൾ ഫേസ് ഒന്ന് അടുപ്പിച്ച രണ്ടുപേരും. നിങ്ങൾ രണ്ടുപേരും ഫേസ് അടുപ്പിച്ചെന്ന്. ഓക്കെ, അങ്ങനെ കിട്ടണം. ഉണ്ണീനെ നോക്കിണ്ടാട്ടാ. കണ്ണടയുണ്ട്. എവിടെ ചിരിച്ചേ? ഫോട്ടോ എടുക്കുമ്പോ ചിരിക്കില്ല. എന്നെ ചിരിപ്പിച്ചൊരു എനിക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. വിളിച്ചോട്ടാ. എവിടെ ചിരിച്ചേ? ചിരിക്കടാ. ചിരിച്ചേ. എടുത്തെടുത്തോ. കൊണ്ടോ എടാ നിന്നോട് ഒന്ന് വിളിക്കാൻ കെവിനെ ഒന്ന് ചിരിപ്പിച്ചേ. ഒന്ന് ചിരിപ്പിച്ച കൊച്ചിനെ. ഒന്ന് ചിരിപ്പിക്കട കവി. മുട്ടക്കാടാ അങ്ങനെ തന്നെ പിടിച്ചു. ചേച്ചി പിള്ളേരല്ലേ ഉറക്കം വരും. കുഞ്ഞേ അമ്മേനെ വെക്കുന്ന അമ്മേനെ വെക്കാൻ കുഞ്ഞിനെ കഴിക്കുന്ന കുഞ്ഞിനെ കറിയിച്ച് ഉറക്കം വന്നിട്ട് പോയടാ. സങ്കടം മണ്ണടി പെണ്ണിന്. കഴിഞ്ഞോ? ഫോട്ടോ കഴിഞ്ഞോ?
ഒന്ന് ചിരിക്കടാ. നമ്മൾ ഉറക്കപ്പിച്ചില്ല പകുതി. ഉറങ്ങിയാണെങ്കിലും നല്ല പടം കിട്ടും. ഇതാ എവിടെ അവിടുത്തെ വെച്ചിട്ടുണ്ട് വണ്ടി എടുത്ത് വെച്ചാൽ ചിരിക്കടാ, ചിരിക്കടാ. എന്ത് ചാവിയാ? ആ കിട്ടി. വണ്ടി എടുത്ത് കുറച്ച് കേട്ടി ഈ സാധനം ഇറങ്ങി ഞങ്ങള് പോയില്ലേ? കാല് കുറച്ച് ഇങ്ങോട്ട് നീട്ടി പിടിക്കും. കാല് നല്ല ചൂടുണ്ട്. തീരെ നിൽക്കാൻ പറ്റാതെ. നല്ലോണം ആട്ടാണ്ട് പിടിച്ചൊക്കെ വേണ്ടിട്ടാ. ചിരിച്ചേ, ചിരിക്കടാ. തൊട്ടി എടുത്തിട്ടുണ്ട്. അല്ല ചെറിയ ചിരിക്ക്. പോട്ടെ 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 പോട്ടെ. ഹോളില് അല്ലെങ്കിൽ തൊട്ടിൽ കിടക്കുന്നത് മറ്റേ തൊട്ടിലെ ഇഷ്ടമാണ്. മറ്റേ തുണി തൊട്ടില് അതാണ് ഇഷ്ടം. മറ്റേ തൊട്ടില് കളിപ്പിച്ചോട്ടാ, അവനെ കളിപ്പിച്ചോട്ടാ. പാതി കണ്ടിട്ട് അതൊന്നും അറിയുന്നില്ല. ഇത് ഉറക്കം കൊണ്ടെടുക്കല കാലാണ്. എന്താ അറിഞ്ഞിട്ടൊന്നല്ല ചിരിക്കുന്നത്. അറിഞ്ഞിരിക്കണതല്ല. മനു അത് എടുത്ത് ഇറങ്ങുന്ന സമയത്തല്ലേ? ഓക്കെ, റെഡി അല്ലേ? ആ ഈ വണ്ടിയിലാണോ പോണേ? വാതിലടയ്ക്കാൻ പറയണ്ട. വാതിലടയ്ക്കാൻ പറഞ്ഞ വെച്ചിരിക്കണേ. നീയുടെ വാതിലടയ്ക്കണ്ടത്. നേരത്തെ കുറേ നേരം ചിരിക്കുന്ന ഫോട്ടോ സ്വപ്നം കണ്ട് ചിരിക്കുന്ന മാലാകാനൊന്നും ഇതും കൂടെ വിരിപ്പോണ്ടിട്ടെ ഇവിടെ വെച്ചിട്ട് മാസ്ക് വെക്കണതേ ഇവിടെ വെച്ചാൽ അതിൽ വരണം. ആരുടെ മാസ്ക്
എല്ലാവരും ഇങ്ങോട്ട് കടന്നു, നിങ്ങൾ അങ്ങോട്ട് കടന്നു, ചേച്ചി അങ്ങോട്ട് കടന്നു, ആ സൈഡിലേക്ക് കടന്നു. ലൈറ്റ് കൊച്ചിൻ്റെ അമ്മയുടെ കൊച്ചിൻ്റെ അമ്മ അപ്പനടുത്തേക്ക്, പരിഞ്ഞമ്മ അടുത്തേക്ക്, കൊച്ചിൻ്റെ അമ്മ എടുക്കുക. ആ ടർക്കി മാറ്റി, ടർക്കി വേണ്ട. കുറച്ചും കൂടെ നിങ്ങൾ ചേട്ടനിപ്പുറത്തോ ചേച്ചി കുറച്ചൊന്നും അടുപ്പിക്കുന്നത് അടുത്ത് കുറച്ച് ബേക്കറിയിൽ കാണില്ല. ഓക്കെ മമ്മി കേട്ടു. ചേച്ചി ഉണ്ണീനെ അങ്ങോട്ട് തല ഇങ്ങോട്ട് തിരിച്ചു പിടിക്കും. ഉണ്ണിയുടെ അയ്യോ ശരിക്കെടുത്തോ, കടിച്ചിട്ട് മാറ്റി. ഈ സാധനം കൈ കളയുന്നത് നിങ്ങൾ തിരുസഭയോട് എന്താണ് അഭ്യർത്ഥിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവനെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെ വയൽക്കാരനെ സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾക്കനുസൃതമായി ജീവിക്കുവാൻ ഇവനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാകുന്നു. നിങ്ങൾ ഏറ്റെടുക്കുന്ന ചുമതല ഗൗരവം നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്കറിയാം. ജ്ഞാനസ്നാനപിതാക്കൾ ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരാണോ? നിങ്ങൾ സന്നദ്ധരാണോ? പ്രിയ കുഞ്ഞെ, അത്യന്തം സന്തോഷത്തോടുകൂടെയാണ് ക്രൈസ്തവ സമൂഹം നിന്നെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ ഈ സമൂഹത്തിൻ്റെ നാമത്തിൽ നിന്നെ കുരിശടയാളത്താൽ രക്ഷിതമായ ക്രിസ്തുവിനെ ഉടമപ്പെടുത്തുന്നു. ഇതാ നിൻ്റെ നെറ്റിത്തടങ്ങളിൽ ഞാൻ കുരിശ് വരയ്ക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി നിൻ്റെ മാതാപിതാക്കന്മാരെയും ജ്ഞാനപിതാക്കളെയും ഞാൻ ക്ഷണിക്കുന്നു. കുരിശ് വരയ്ക്കും. മോളിൽ You
5-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏകമനസ്സോടെ സോളമന്റെ മണ്ഡലത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. മറ്റുള്ളവർ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തിരുവേദികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരുടെ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുകയും അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയും അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോന്റെ മകൻ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയും അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയും അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണനിർമ്മിതമായ 7 ദീപങ്ങൾ ഞാൻ കണ്ടു. ദീപപ്രിയമായ നക്ഷത്രത്തിനെ പോലെ ഒരുവൻ അവന് പാദം വരെ നീങ്ങി കിടക്കുന്ന നേരങ്ങളിൽ മാറോട് സ്വർണ്ണമുള്ള അടച്ച അവനെ കണ്ടപ്പോൾ ഞാൻ മനുഷ്യനെ പോലെ അവന്റെ അനുസരിക്കുവാനും അവനെ പഠിപ്പിക്കുകയും യുഗാന്തം വരെ എന്നും ഞാൻ കൂടി ഉണ്ടായിരിക്കും. കർത്താവിന്റെ സുവിശേഷം. ഇസ്രായേലിനും സ്നേഹമുള്ളവരെ, ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷത്തോടെ നമ്മളിന്ന് ദേവാലയത്തിൽ ഒരു സമർപ്പണം നടത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോണനെ നമ്മൾ യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഷെൽജോയും വിനിയും തങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഒരു സമ്മാനമാണ് ഞങ്ങൾക്കൊരു കുട്ടിയെ ലഭിക്കുകയെന്നത്. ദൈവം ഷെൽജോയും വിനിയെയും ഒരു കുട്ടിയെ നൽകി അനുഗ്രഹിച്ചു. ആ കുട്ടിയുമായി നമ്മുടെ വാലിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടിക്ക് ജോർഡൻ എന്ന് പേരിടണം എന്ന ആഗ്രഹത്തോടുകൂടി അവര് കത്തോലിക്ക സഭയെ തിരുസഭ മാതാവിനെ സമീപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജലത്താലും പരിശുദ്ധാത്മാവിനും ഈ ശിശുവിന് സമൃദ്ധമായ പുതുജീവൻ നൽകാൻ ശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനായ പിതാവേയും ശുദ്ധീകരണത്തിനും ജീവൻ നൽകുന്നതുമായി ജലം സൃഷ്ടിക്കുവാൻ അങ്ങ് തിരുമനസ്സായി അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തുനാഥ, അങ്ങ് കുരിശിൽ ആത്മാർപ്പണം ചെയ്യുന്നുവല്ലോ. അങ്ങയുടെ തിരുനിവാരത്തിലൂടെ ഒഴുകിയ രക്തത്തിലും ജലത്തിൽ നിന്ന് അങ്ങയുടെ മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഫലമായി സഭ ഉടലെടുക്കുവാൻ അങ്ങേ തിരുമനസ്സായതിൽ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. പരിശുദ്ധമായ ദൈവമേ, അങ്ങിൽ ഞങ്ങളേവരും ജ്ഞാനസ്നാനം ചെയ്യപ്പെടുന്നവനായി ജോർദാൻ നദിയിൽ വെച്ച് ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തതിന് അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പങ്കാളികളാകുന്നതിനും നിത്യജീവൻ പ്രാപിക്കുന്നതിനുമായി അങ്ങയുടെ മകനായ ജോർഡനെ പാവനമായ ഈ നീർത്തൊട്ടിയിലേക്ക് അങ്ങ് ക്ഷണിച്ചുവല്ലോ. ഈ പുണ്യതീർത്ഥം സൂചിപ്പിക്കുന്ന ദിവ്യ രഹസ്യത്താൽ ഇവനെ ആധ്യാത്മികമായി നവജന്മത്തിലേക്ക് നയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. മാതാപിതാക്കന്മാരെ, പിതാക്കളെ, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ശിശു ദൈവകൃപയാൽ ജ്ഞാനസ്നാനം വഴി ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഒരു ജീവൻ പ്രാപിക്കുവാൻ പോവുകയാണ്. ആ ദൈവിക ജീവൻ പാപസ്പർശമേൽക്കാതെ അനുദിനം വളരുന്നതിനു വേണ്ടി വിശ്വാസ ശിക്ഷണം ഇവന് നൽകുക നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ വിശ്വാസത്താൽക്കെതിരായി ഈ കടമയെ എടുക്കുവാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ജ്ഞാനസ്നാനവ്രതം നവീകരിച്ചുകൊണ്ട് പാപം ഉപേക്ഷിക്കുകയും ക്രിസ്തുവിനുള്ള വിശ്വാസം പ്രാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതാണ് സഭയുടെ വിശ്വാസം. ഈ വിശ്വാസത്തിലാണ് നിങ്ങളുടെ കുഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ പോകുന്നത്. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. അവൻ്റെ സകല ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. അവൻ്റെ എല്ലാ ആർഭാടവും ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജനിച്ച പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കവനും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവരുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തിലും നിത്യായുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് തന്നെ സഭയുടെ വിശ്വാസം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രഖ്യാപിക്കുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. ആമേൻ. നാം ഒന്ന് ചേർന്ന് പ്രഖ്യാപിച്ച് സഭയുടെ ഈ വിശ്വാസത്തിൽ ജോർഡനെ ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ ആഗ്രഹിക്കുന്നു. രണ്ടുപേരും പാരൻസ് കൊച്ചിന് തൊട്ട് നിന്നോട്ടാ. തൊട്ടോടെ വെച്ചു അവിടെ മുകളിൽ വെച്ചു. ജോർഡൻ കൊച്ചിന് തൊട്ട് നിന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനം പെടുത്തുന്നു. പാപത്തിൽ നിന്ന് മോചിക്കുകയും ജലത്താലും പരിശുദ്ധാത്മാവിനാലും ജീവൻ നൽകി ദൈവജന സമൂഹത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി ജീവിച്ച് നിത്യായുസ്സ് പ്രാപിക്കുവാൻ പിതാവായ ദൈവത്തിനെ നിന്നെ രക്ഷയുടെ പ്രതിഷ്ഠാപനം കൊണ്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. ആമേൻ.
ജോർഡൻ, നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ള വസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ഭാഗ്യചിഹ്നമായിരിക്കട്ടെ. ബന്ധുമിത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയാലും പ്രചോദിതനായി മഹിമയേറിയ ഈ പദവി മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹനാകുക. ആമേൻ. ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവാൻ കൊച്ചിൻ്റെ കൈയോട് ചേർത്ത് സംസാരിച്ചു. മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെയും ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ഈ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതനായി അവനെയും വെളിച്ചത്തിന് മകനായി ജീവിക്കേണ്ടവനാണ്. വിശ്വാസത്തിൻ്റെ ദീപം അവൻ്റെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ. ദിവ്യനാഥൻ വരുമ്പോൾ സ്വർഗസ്ഥനായ എല്ലാ വിശുദ്ധരോടുമൊത്ത് അവിടുത്തെ എതിരേൽക്കുവാൻ അവന് എല്ലാ ഭാഗ്യം ലഭിക്കട്ടെ. ആമേൻ. ക്രിസ്തുനാഥൻ ബദിരനും കേൾവിയും ഊമയും സംസാര ശക്തിയും നൽകിയും അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിന്റെ അധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ. ആമേൻ. കാഴ്ചവെപ്പ് അല്ല, ഇതൊരു ബൂസ്റ്റിങ്ങിൽ വന്ന സംഭവമാണത്. ഞാൻ
എടുത്തോണ്ടിരിക്കുക. എന്തിനിപ്പോൾ എടുക്കണം ഇപ്പോൾ വെറുതെ? അതല്ല പറഞ്ഞേ, ഇത് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചെടുക്കും വണ്ടിയിൽ നിന്ന്. അതിന് കൊടുത്ത് പോകുമ്പോൾ കൊടുക്കേണ്ടത്. ഇതെന്തിനു വയ്ക്കുന്ന ഈ സാധനം? അവൻ കുഴപ്പമില്ല, അവനോട് ഡീൽ ചെയ്താൽ മതി. അടിപൊളിയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ചെറിയ പ്രാർത്ഥനയല്ല, പ്രാർത്ഥന അത് കേട്ട് കേക്ക് മുറി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പിതാവായ ദൈവം ഞങ്ങളുടെ വീട്ടിൽ പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങൾ ദൈവത്തോട് സ്മരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ നിന്നും പുലർത്തിക്കുന്നതായി കാണുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും കേട്ടിരിക്കുന്ന എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ജോർഡനെയും സെർജോയെയും ഇനിയെയും എല്ലാ കുടുംബാംഗങ്ങളെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നു. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കണമേ. നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യവും സഹായവും ഞങ്ങൾക്ക് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം സർവ്വസ്ഥനായ പിതാവേ, രാജ്യഭരണത്തെയും വിശ്വപിശുകാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പോലെ അവർ കൊടുത്തു അവിടെ നിന്ന് മേടിച്ചു കൊടുത്തു അവർക്ക് കൊടുത്തോട്ടാ കയറി ഒരു മിനിറ്റ് ചേച്ചി ഇത് കയറി ആ കൊടുത്തോ ആ അത് കയറുന്നോട്ടാ ഇത് കയറുന്നു നിങ്ങൾ ഇറങ്ങല്ലേ കേട്ടോ വേണ്ട അവരെ നോക്കണം വേണ്ടേ ഓക്കെ ഓക്കെ അല്ലേ Okay.